ദേശീയപാത നിർമ്മാണവും കായൽ മണലെടുപ്പും മൂലമുണ്ടായിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിക്കണമെന്ന് ചേർത്തല താലൂക്ക് വികസന സമിതി. കാലവർഷക്കെടുതി നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും നിർദ്ദേശം. ചേർത്തല താലൂക്ക് വികസന സമിതി യോഗം നടന്നു. ദേശീയപാത വികസനത്തിനായി വേമ്പനാട്ടുകായലിൽ നിന്ന് മണലെടുക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ കളക്ടറോട് ആവശ്യപ്പെടാൻ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനിച്ചു. ദേശീയപാതയിൽ മഴയെ തുടർന്നുണ്ടായ കുഴികൾ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ടടക്കം പരിഹരിക്കുന്നതിനും സർവകക്ഷി യോഗം നടക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. കാലവർഷക്കെടുതികൾ നേരിടുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായി ഹോട്ടലുകളിൽ പരിശോധന നടത്താനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. പുനർനിർമ്മാണത്തിനായി പൊളിച്ച കാളികുളം മണവേലി പോറ്റിക്കോല റോഡിൽ താൽക്കാലികമായി ഗതാഗതം സുഗമമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണം. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള പരിശോധനകൾ ഊർജിതമാക്കുന്നതിനും നിർദ്ദേശം നൽകി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അരൂർ എംഎൽഎയും ഡെപ്യൂട്ടി സ്പീക്കറുമായ അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭ അധ്യക്ഷൻ എസ് സോബിൻ, തഹസിൽദാർ കെ.ആർ. പ്രിൻസ്, ഡെപ്യൂട്ടി തഹസിൽദാർ ടി.എ. ഹാരിസ്, എംപിയുടെ പ്രതിനിധി ആർ. ശശിധരൻ, വിവിധ കക്ഷി നേതാക്കളായ ബി. വിനോദ്, പി. രമേശ പണിക്കർ, ഷെഹിൻ കൊച്ചുബാവ, സിറിയക്കാവിൽ, പി.വി. സുന്ദരൻ, പി.എസ്. ഗോപിനാഥപിള്ള, പി. ജയകുമാർ, സജീവ്ലാൽ, കെ. ഫസലുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻ മീഡിയ ചേർത്തല.